എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അസൂയുള്ളവർ നമ്മളോട് ചോദിക്കുന്ന 10 കൊണച്ച ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മുടെ കഴിവ്, ഒരുപക്ഷെ നമ്മുടെ വാല്യൂ എല്ലാം മറ്റുള്ളവരെ കഴിഞ്ഞും കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ചിലർ നമ്മളെ അവർക്കൊരു ഭീഷണിയായിട്ട് കരുതും. കാരണം അവർക്ക് മേലെ നമ്മൾ പോയാലോ എന്നൊരു പേടി അവർക്കുണ്ട്. കാരണം നമുക്ക് അത്രയ്ക്ക് കഴിവുണ്ട് എന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവരുടെ മനസ്സ് വളരെ സങ്കുചിതമായതുകൊണ്ട് തന്നെ അവർക്കത് അംഗീകരിക്കാൻ പറ്റുന്നുമില്ല, അവർക്കത് സഹിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ടോക്സിസിറ്റി ഉള്ളവർ അസൂയാലുക്കളായി മാറിയിട്ട് നമ്മളോട് ഈ കൊണച്ച 10 ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ടീംസുകൾക്ക് അവർ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന പോലെ, വളരെയധികം അഭിനന്ദിക്കുന്ന പോലെ, പ്രശംസിക്കുന്ന പോലെയൊക്കെ ആയിരിക്കാം ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, ഈ ടീംസുകൾക്ക് നിങ്ങളോട് ഭയങ്കര അധികം അസൂയുണ്ട്. അപ്പോൾ അവരെയൊക്കെ അങ്ങ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അവരുമായിട്ടൊരു സേഫ് ഡിസ്റ്റൻസ് പാലിക്കുന്നതാണ് എപ്പോഴും നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ 100% ഒറിജിനലായിട്ടുള്ള തേനും 100% ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ നമ്മുടെ ബോഡി കെയർ ക്രീമും ഒക്കെ ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് ഈ അസൂയ പാഷാണങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, നീ നമ്മളെയൊക്കെ മറന്നോ? അല്ലെങ്കിൽ വന്ന വഴി മറന്നോ? വന്ന വഴിയൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? വന്ന വഴിയൊന്നും മറക്കരുത് കേട്ടോ, മറക്കാതിരുന്നാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെയുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളും ചോദ്യങ്ങളും ഒക്കെ അവർ നമ്മളോട് ചോദിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ അവർ വിചാരിച്ചതിന് കഴിഞ്ഞ് കൂടുതൽ ഉയർന്ന നിലയിലെത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ ആ ഉയർച്ച, നമ്മുടെ ആ വിജയം അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മളിങ്ങനെ കുത്തിപ്പറയുകയാണ്. നമ്മളെന്തോ വലിയ മഹാപരാധം ചെയ്ത പോലെയാണ് അവർ നമ്മളോട് പറഞ്ഞാൽ, വന്ന വഴിയൊക്കെ മറക്കരുത് കേട്ടോ, നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ? പണ്ടൊക്കെ നമ്മളെ അറിയാമായിരുന്നു, ഇപ്പം നമ്മളെ ഒന്നും ഒരു മൈൻഡ് പോലും ഇല്ല, വലിയ നിലയിലായാൽ പിന്നെ നമ്മളെ ഒന്നും അറിയത്ത് പോലും ഇല്ല, നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ ആവോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല കൊണച്ച ചോദ്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും ഒക്കെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം അവർക്ക് കടുത്ത അസൂയ നമ്മളോടുണ്ടെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കൊണച്ച ചോദ്യമാണ്, ഇതൊക്കെ ഇപ്പോൾ ആരെങ്കിലും വാങ്ങുമോ? ഇതൊക്കെ വല്ലാണ്ട് ഓൾഡ് ഫാഷൻ ആയില്ലേ? ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയില്ലേ? ഇപ്പോൾ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇറങ്ങി, പുതിയ വേർഷൻസ് ഒക്കെ ഇറങ്ങി, അതൊക്കെ മേടിക്കാനുള്ളത് ഇപ്പോഴും നിങ്ങൾ ഈ പഴയ കാലത്ത് തന്നെയാണോ ജീവിക്കുന്നത്? അപ്പോൾ നമ്മൾ എന്തെങ്കിലും പുതിയൊരു സാധനം വാങ്ങിയതായിരിക്കും, ഒരു പക്ഷേ ഒരു പുതിയ കാറ് അല്ലെങ്കിൽ ഒരു പുതിയ വസ്ത്രമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മളിങ്ങനെ മേടിച്ച് കഴിയുമ്പോൾ അവർക്കതിൽ അസൂയ ഉണ്ടെങ്കിൽ അവർ ഉടനെ പറയും, ഇതൊക്കെ പണ്ടേ ഞങ്ങൾ വിട്ട കേസാണ്, ഇതൊക്കെ ഇപ്പോൾ ആരെങ്കിലും മേടിക്കുമോ? അതിൻ്റെ അർത്ഥം നമ്മൾ ആ വാങ്ങിച്ച സംഭവം അവർക്കത് വാങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ നല്ലൊരു അസൂയയും കടിയും നമ്മളോടുണ്ട്. അതുകൊണ്ട് അവരത് എക്സ്പ്രസ് ചെയ്യുന്നതാണ്, അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. ഇത് ചുമ്മാ പഴയ സാധനം, ഒന്നും പുതിയതല്ല എന്നുള്ള രീതിയിൽ നമ്മളെ അങ്ങ് അത് മേടിച്ചതിൽ നമുക്ക് തന്നെ ഒരു പശ്ചാത്താപം തോന്നാൻ, ഇതിനെ കഴിഞ്ഞ് പുതിയ വേർഷനൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് തന്നെ ഒരു പശ്ചാത്താപം തോന്നാനായിട്ട് അവരെങ്ങനെ ചോദിക്കുന്നതാണ്. മൂന്നാമതായിട്ട് ഇത്തരത്തിലുള്ള കണാപ്പന്മാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇതൊക്കെ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ? നിനക്ക് അതിനുള്ള കഴിവുണ്ടോ? വേറെ ആരെങ്കിലും ഏൽപ്പിക്കുന്നതല്ലേ നല്ലത്? ഇത് നിന്നെക്കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമോ? അത്ര ഈസി ആയിരിക്കുമോ നിനക്കിത് ചെയ്യാനായിട്ട്? പക്ഷേ ഇതൊക്കെ വെറുതെ നീ റിസ്ക് ഒന്നും എടുക്കേണ്ടെന്നേ, ഇതൊക്കെ വേറെ ആരെങ്കിലും കേൾപ്പിക്കുക, പറ്റുന്ന പണി ചെയ്താൽ പോരെ എന്നൊക്കെയുള്ള വർത്തമാനങ്ങളൊക്കെ, അതൊക്കെ നിങ്ങളെ അങ്ങ് അടിച്ച് താത്തി ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ നിന്നെക്കൊണ്ടൊന്നും ഒരു കഴിവും ഇല്ലടാ, നിനക്കൊന്നും ഇത് പറ്റത്തില്ലടാ, സാധിക്കത്തില്ലടാ എന്നൊക്കെയാണ് ഈ പറച്ചിലിൻ്റെ അർത്ഥം. അതൊക്കെ വളരെ കടുത്ത അസൂയയിൽ നിന്ന് തന്നെ വരുന്ന കാര്യങ്ങളാണ്. ഇനി നാലാമത്തെ, നിനക്കൊക്കെ എന്തൊരു ഭാഗ്യമാണടാ ഉവ്വേ, നിൻ്റെയൊക്കെ ഒരു ഭാഗ്യം, നീയൊക്കെ ആയിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ചിലർക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ കിട്ടും, അല്ലെങ്കിൽ എല്ലാം തന്നെ അങ്ങ് ശരിയായിക്കോളും. നമ്മളൊക്കെ ഇവിടെ തലയും കുത്തി മറിഞ്ഞാലും ഒന്നും കിട്ടുകയില്ല, നമുക്കൊക്കെ ഒരു ഭാഗ്യവും ഇല്ല, നിനക്കൊക്കെ എന്താ ഒരു ഭാഗ്യമാടാ, ഇതെങ്ങനെ ഇത്രയൊക്കെ ഭാഗ്യം കിട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നമ്മളെ ഒരിക്കലും പ്രശംസിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ആ ഒരു ഭാഗ്യം ആയിട്ട്, അതായത് നമ്മുടെ ഹാർഡ് വർക്കും കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടുമായിരിക്കും നമ്മൾ പല സക്സസ്സിലും എത്തിച്ചേർന്നതും അല്ലെങ്കിൽ ഉയർന്ന നിലയിലെത്തുന്നതും ഒക്കെ. പക്ഷേ അവർക്കത് അംഗീകരിക്കാനാവുന്നില്ല. അവരതൊക്കെ വെറും ഒരു ഭാഗ്യമായിട്ട് കണ്ട് വെറുതെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു സംഭവമായിട്ട് അവരങ്ങ് കരുതുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ആ രീതിയിൽ അത് ശരിക്കും നമ്മുടെ ആ ഒരു നേട്ടത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ വെറും ഭാഗ്യമാണ്, അല്ലാതെ നിൻ്റെ കഴിവ് കൊണ്ടോ നിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടോ ഒന്നും നീ ഉണ്ടാക്കിയെടുത്തതല്ല എന്നാണ് അവർ നമ്മളോട് അതിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി അഞ്ചാമതായിട്ട്, നീ ഇപ്പോൾ വലിയ കേമനായെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിൻ്റെ ഇപ്പോഴത്തെ ഈ നേട്ടം കൊണ്ട്, ഈ ഒരു സക്സസ് കൊണ്ട് നീ ഇപ്പം മറ്റെല്ലാവരെ കഴിഞ്ഞും വലുതായി അല്ലെങ്കിൽ മറ്റെല്ലാവരെ കഴിഞ്ഞും മെച്ചപ്പെട്ട ആളാണ് എന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ടല്ലോ. അതൊക്കെ ശരിക്കും നമ്മളോട് അസൂയുള്ളവർ ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ആ ഒരു നേട്ടത്തിൽ അഭിനന്ദിക്കുന്നതിന് പകരം നമ്മളെന്തോ വെറുതെ ഓരോ സക്സസ്സൊക്കെ മറ്റുള്ളവരിൽ നിന്ന് തട്ടിപ്പറിച്ച് സ്വന്തമാക്കിയ പോലെയാണ് ഇവന്മാരൊക്കെ പറയുക. അല്ലെങ്കിൽ അവർ പറയും, ഇതൊന്നും കണ്ട് നീ നെകളിക്കണ്ട, അത്രയ്ക്ക് നീ നെകളിക്കണ്ട, നീ അത്ര വലിയ കേമനൊന്നും ആയിട്ടില്ല, ഇതൊക്കെ വെറുതെ എന്തൊക്കെയോ സന്ദർഭവശാൽ സാഹചര്യവശാലൊക്കെ അങ്ങ് സംഭവിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ അവർ ഓരോ കുണച്ച വർത്തമാനങ്ങൾ പറയും. അപ്പോൾ അതൊക്കെ ശരിക്കും അസൂയുള്ളവർ പറയുന്നതാണ്. ഇനി ആറാമത്തെ ഒരു വളിച്ച ചോദ്യമാണ്, ഇതൊക്കെ നിനക്ക് വെറുതെ കിട്ടിയതല്ലേ, അതുകൊണ്ട് അധികം ഡിമാൻഡ് ഇടണോ? കിട്ടിയത് കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ?
ഉള്ളതുകൊണ്ട് അങ്ങ് സംതൃപ്തിപ്പെട്ട് കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു വസ്തു ഭാഗമൊക്കെ വെച്ച് ഇപ്പം നമുക്ക് കിട്ടേണ്ട ഒരു അവകാശം നമുക്ക് മൊത്തമായിട്ട് കിട്ടിയില്ല എന്ന് വെച്ചോ. ഇപ്പം നമുക്കൊരു ഒരേക്കർ സ്ഥലം എൻ്റെ പേരിൽ കിട്ടണമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരേക്കർ കിട്ടിയില്ല, ഒരു 60 സെൻറ്റേ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ അസൂയുള്ളവന്മാർ വന്ന് പറയും, 60 സെൻറ്റ് കിട്ടിയില്ലേ, ദാനം കിട്ടിയതല്ലേ, ദാനം കിട്ടിയ പശുവിൻ്റെ പായൽ പല്ലുണ്ടോ എന്ന് നോക്കണോ, കിട്ടിയോണ്ടൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ, ഇതിലും കൂടുതൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ശാഠ്യം പിടിക്കുന്നത്, അപ്പോൾ എന്നൊക്കെ അവർ ചോദിക്കും. അതൊക്കെ വെറുതെ ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ, പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്നുള്ള രീതിയിലൊക്കെ അവർ പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ശരിക്കും നമ്മുടെ അവകാശം കിട്ടാൻ പാടില്ല, ഉള്ളതുകൊണ്ട് നമ്മളങ്ങ് സംതൃപ്തിപ്പെട്ടോണം, ഇതൊക്കെ വെറുതെ കിട്ടിയതാണ്, നമുക്ക് കിട്ടാനുള്ളതല്ല, ഇതൊക്കെ വെറുതെ ദാനമായിട്ട് കിട്ടിയതാണ് എന്നുള്ള രീതിയിൽ അവർ നമ്മളെ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഏത് കാര്യമാണെങ്കിലും നമ്മളിപ്പം എന്തെങ്കിലും വളരെ ഹാർഡ് വർക്ക് ചെയ്ത് വിജയിച്ച് നേടിയെടുത്ത ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു സമ്മാനമായിരിക്കാം, നമ്മളെന്തെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. അപ്പോൾ ഇതൊക്കെ അവർ വെറും ഒരു ഭാഗ്യമായിട്ട് മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പം ഏത് ഒരു കാര്യത്തിലാണെങ്കിലും നമ്മൾ അത് അറ്റംപ്റ്റ് ചെയ്യാതെ നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ നമ്മളതിന് പരിശ്രമിച്ചിട്ടുണ്ട്, ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ പരിശ്രമിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം വെറും നിസ്സാരവൽക്കരിക്കുകയാണ് ഇങ്ങനെ പറയുന്നതിലൂടെ. ഇതിലൊക്കെ വെറുതെ കിട്ടിയതല്ലേ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ, എന്തിന് വെറുതെ പ്രശ്നം ഉണ്ടാക്കണം എന്നൊക്കെ ചോദിക്കുന്ന അതൊക്കെ അവരുടെ മനസ്സിലൊക്കെ അസൂയാണ്. കാരണം നമുക്ക് കിട്ടാനോ എന്തൊക്കെയുണ്ട് എന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതൊക്കെ കിട്ടിയാൽ നമ്മൾ അവരെ കഴിഞ്ഞ് മേളിലായി പോകും. അപ്പോൾ നമുക്ക് അധികം ഒന്നും കിട്ടാൻ പാടില്ല, ഉള്ളതുകൊണ്ട് ഒതുങ്ങി കൂടിക്കോണം എന്നൊക്കെയാണ് ഇതുപോലെ അസൂയുള്ളവന്മാരൊക്കെ വിചാരിക്കുന്നത്. ഇനി 7ാമത്തെ, ഇങ്ങനെയൊക്കെ ആകാൻ എന്തൊക്കെ ചെയ്തു, ആരെയൊക്കെ കണ്ടു, ശരിയായ റൂട്ടൊക്കെ തന്നെയാണോ, നമുക്ക് സംശയമൊക്കെ ഉണ്ട്, നേരായ റൂട്ടിൽ തന്നെയുള്ള കാര്യങ്ങളാണോ, ശരിയായ രീതിയിലാണോ പോയത് എന്നൊക്കെയുള്ള രീതിയിൽ. അതായത് നമുക്ക് നല്ല വിജയം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവർ പറയുകയാണ് നമ്മളിത് എന്തൊക്കെയോ ഇല്ലീഗലായിട്ടുള്ള രീതിയിൽ നേടിയെടുത്തതാണ്, അല്ലെങ്കിൽ ശരിയായ വഴിയെ നേടിയെടുത്തതല്ല, അധാർമികമായിട്ട് നേടിയെടുത്തതാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൈക്കൂലി കൊടുത്ത് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സ്വാധീനിച്ചിട്ട് സ്വന്തമാക്കിയ വിജയമാണ്, നേട്ടമാണ് എന്നൊക്കെ വരുത്തി തീർക്കാനാണ് ഇത്തരത്തിലുള്ള അസൂയക്കാർ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമുക്ക് ശരിയായി കിട്ടിയ വിജയമാണെങ്കിലും നമ്മുടെ കഠിനാധ്വാനത്തിലൂടെയും പ്രയത്നത്തിലൂടെയും നമ്മുടെ ടാലൻസ് കൊണ്ടും ഒക്കെ കിട്ടിയ ഒരു വിജയമാണെങ്കിലും അവർ പറയും ഇത് വേറെ റൂട്ടിൽ കൂടെയൊക്കെ നേടിയെടുത്തതായിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഈ നിൻ്റെ ഉടായ്പൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഇത് ശരിയായ റൂട്ടിൽ തന്നെ കിട്ടിയതാണോ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് നമ്മളോട് ശരിക്കും കടുത്ത അസൂയ ഉണ്ടെന്ന് തന്നെയാണ്. ഇനി 8ാമത്തെ ഈ മെനക്കെട്ട അസൂയക്കാർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, അമിത പ്രതീക്ഷയൊക്കെ വേണോ, ചെറിയ രീതിയിലൊക്കെ ആശിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഇതൊക്കെ അഹങ്കാരമല്ലേ, അമിത പ്രതീക്ഷയാണ്, അഹങ്കാരമാണ്, ഇത് ഒരു വിചാരിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്നൊക്കെ ചോദിക്കും. അതായത് നമുക്ക് നല്ല രീതിയിലുള്ള നമ്മൾ നല്ല രീതിയിൽ അംബീഷ്യസ് ആയിരിക്കും, നമുക്ക് നല്ല ഒരു ഉയർന്ന ലക്ഷ്യം ഉണ്ടായിരിക്കും, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടായിരിക്കും, നമ്മളതിൽ എത്തിച്ചേരും, നമുക്ക് കോൺഫിഡൻസും ഉണ്ടായിരിക്കും. പക്ഷേ അവന്മാർക്കാണ് കടി. കാരണം നമുക്കത് കിട്ടാൻ പാടില്ല, നമ്മൾ ആ ഒരു സ്ഥാനത്ത് എത്തിച്ചേരാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ ആ നേട്ടം സ്വന്തമാക്കാൻ പാടില്ല, ആ വിജയം സ്വന്തമാക്കാൻ പാടില്ല. അതുകൊണ്ട് അവർ പറയുകയാണ് അത് നിൻ്റെ കഴിവിൻ്റെ അപ്പുറത്തേക്കാണോ, അത്രയ്ക്കൊക്കെ അങ്ങ് ആഗ്രഹിക്കണോ, അതൊക്കെ അമിത ആഗ്രഹം ആവത്തില്ലേ, അഹങ്കാരം ആവത്തില്ലേ എന്നൊക്കെയുള്ള രീതി ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ വളരരുത്, നമ്മളിങ്ങനെ മുരടിച്ച് വളരാതെ ഒന്നും അച്ചീവ് ചെയ്യാതെ ഒന്നും നേടിയെടുക്കാതെ അങ്ങനെ കഴിഞ്ഞോണം, ഒതുങ്ങിക്കൂടി കഴിഞ്ഞോണം. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനുഭവമാണ്. അപ്പോൾ അവനാണെങ്കിൽ ഡോക്ടറാകാൻ പഠിക്കാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ ആ ഒരു കോഴ്സിന് ചേരാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ആ സമയത്ത് അവൻ്റെ അയൽവക്കത്തുള്ള ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ്, നിനക്കതിനൊന്നും പറ്റിയല്ലടാവുകയെ, അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ചുമ്മാ അമിത ആഗ്രഹമല്ലേ, നിനക്കതിനുള്ള സാമ്പത്തികം വല്ലതും ഉണ്ടോ, ഇതൊക്കെ ഒരുപാട് പൈസയാവുന്ന കേസാണ്, നീ അതിനൊന്നും പരിശ്രമിക്കേണ്ട, ഒരു കാര്യം ചെയ്യും, നിനക്ക് വല്ലോ തയ്യലൊക്കെ ആയിരിക്കും ബെസ്റ്റ്, ഞാനൊരു തയ്യൽ മെഷീനൊക്കെ വാങ്ങിച്ചു തരാം, നീ അവിടെ ഇരുന്ന് തയ്ച്ചുകൊണ്ടിരുന്നാൽ മതി, അതിനുള്ള പൈസയും ഞാൻ തരാം തയ്യൽ മെഷീൻ മേടിക്കാനുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് പറയുന്നു, അവൻ്റെ കുടുംബത്തോട് പറയുന്നു. അപ്പോൾ അവരത് കേൾക്കാതെ അവർ എങ്ങനെയൊക്കെയോ പൈസ ഉണ്ടാക്കി ആ മകനെ ഡോക്ടറാകാനായിട്ട് പറഞ്ഞയക്കുന്നു. അവൻ അവസാനം നല്ലൊരു ഡോക്ടറായിട്ട് വരുന്നു, പേരെടുക്കുന്നു, പ്രശസ്തനാവുന്നു, ഇഷ്ടംപോലെ സമ്പത്താവുന്നു, പണക്കാരനാവുന്നു. അപ്പോൾ മറ്റേ വ്യക്തി ലിഫ്യനായിപ്പോയി. കാരണം അവർക്ക് കടുത്ത അസൂയായിരുന്നു. ഈ വ്യക്തി ഇവർ സാമ്പത്തികമായിട്ട് ഒരുപാട് താഴ്ന്നവരായിരുന്നു. അപ്പം ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ആ ഒരു ലക്ഷ്യത്തെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ രീതിയിൽ ഓഫറുകൾ തന്നിട്ട് പോലും ലക്ഷ്യം വഴിതിരിച്ച് വിടാനൊക്കെയുള്ള അത്രയ്ക്ക് അസൂയ കൊണ്ട് നടക്കുന്നവരുണ്ടെന്നുള്ളതാണ്. ഇനി 9ാമത്തെ, നീയൊക്കെ സക്സസ്ഫുൾ ആയോടാ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ നിൻ്റെയൊക്കെ വിജയം, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ശരിക്കും നീ സക്സസ്ഫുൾ ആയോ, അല്ലെങ്കിൽ നീയൊക്കെ ഈ നിലയിലെത്തിയോ എന്നൊക്കെ ചോദിക്കുന്ന ഓഞ്ഞ ചോദ്യമായിട്ട് വരുന്ന
കുറേ അസൂയക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇത്രയും വലിയൊരു നിലയിലെത്തും, അല്ലെങ്കിൽ നമ്മൾ ഉയരങ്ങളിലെത്തും, നമ്മൾ സക്സസ്ഫുൾ ആകും. അത് അവരുടെ പ്രതീക്ഷയ്ക്കപ്പുറമായിരുന്നു. ഇങ്ങനെ ഒരിക്കലും നിങ്ങളാവില്ല, നിങ്ങൾ താഴേക്കേ പോകത്തുള്ളൂ എന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് അത്ര ഞെട്ടൽ. കാരണം നിനക്ക് അതിനൊന്നുള്ള കഴിവില്ല കേട്ടോ, നിനക്ക് അതിനുള്ള കഴിവില്ല, എന്നിട്ട് നീ എങ്ങനെ അങ്ങനെ എത്തിയേ എന്നുള്ളൊരു സംഭവമാണ് ഈ ഒരു ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. എടാ ഇത്രയും കഴിവില്ലാത്ത നിന്നെ കഴിഞ്ഞും ഭയങ്കര മിടുക്കനാണ് ഞാൻ, പക്ഷേ നീ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള രീതിയിലാണ് അവർ നമ്മളോട് ചോദിക്കുന്നത്. ഇനി 10ാമതായിട്ട്, ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലേ, ഇതൊക്കെ മറ്റുള്ളവരെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണോ? ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്, എല്ലാവരെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്, ഇതൊരു സാധാരണ സംഭവമാണ് എന്നുള്ള രീതിയിൽ ചിലർ പറഞ്ഞു വെക്കും. അതായത് നമ്മളൊരു നേട്ടം അല്ലെങ്കിൽ ഒരു വിജയമൊക്കെ സ്വന്തമാക്കുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും സാധിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ അവരതിനെ നിസ്സാരവൽക്കരിച്ച് ഇല്ലാതെയാക്കി കളയുകയാണ് നമ്മുടെ നേട്ടത്തെ. അപ്പോൾ ഈ പറഞ്ഞ 10 കാര്യങ്ങളിൽ 1 or 2 കാര്യങ്ങൾ വല്ലപ്പോഴും ചില സന്ദർഭങ്ങളിൽ തമാശയ്ക്കൊക്കെ പറയുന്നവരുണ്ട്. അത് 1 or 2 കാര്യങ്ങൾ വല്ലപ്പോഴും പറഞ്ഞു എന്ന് വെച്ചിട്ട് അവർക്ക് അസൂയ ഉണ്ടെന്നുള്ളതല്ല അർത്ഥം. ഇതിലൊരു 80% കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ആ സാഹചര്യങ്ങളും അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, അവർക്ക് നിങ്ങളോട് കടുത്ത അസൂയുണ്ട്. അത്രക്കാരെ ഒറ്റ തൊഴി വെച്ച് കൊടുത്തേക്ക്, അവരൊക്കെ ഒരു 10 അടി അകലെ പോയി വീണോട്ടെ, അവരെയൊന്നും അടുത്തേക്ക് അടുപ്പിക്കരുത്, അവരോടൊക്കെ സൗഹൃദം അഭിനയിക്കുകയും ചെയ്യാവുള്ളൂ. അവരോടൊന്നും കൂട്ടുകൂടാനും പോകേണ്ട, കൊള്ളത്തില്ല. ഒരു കാര്യവും വിശ്വസിച്ചിട്ട് ഷെയർ ചെയ്യാനും പോരുത്, നിങ്ങളെ നാട്ടിച്ച് നാണം കെടുത്തും, നിങ്ങളുടെ പരമാവധി പാരെ അവർ വെക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരക്കാരൊന്നും അടുപ്പിക്കേണ്ട കാര്യമില്ല. അവർ നമ്മളോട് അഭിനയിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ അങ്ങ് നിർത്തി, ഗ്യാപ്പിട്ടങ്ങ് നിർത്തി ഒഴിവാക്കി വിട്ടു. അവരൊന്നും ഒരു ഫ്രണ്ട്സ് ആക്കാനായിട്ട് പോയേക്കരുത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, ഒരു ഹൈപ്പും തരാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിങ്ങളുടെ തന്നെ ഇതിനെക്കുറിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പുതിയ ഉൾക്കാഴ്ചകളും ഒക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നന്ദി.